ഇപ്രാവശ്യം ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പം ഇനി പെട്ടെന്നൊന്നും ഒരു വരവില്ല എന്നും പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ നമുക്കതേ പെട്ടെന്ന് തന്നെ പോകേണ്ടി വന്നത്. നമുക്കവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഷിനാജും ഉണ്ട് എൻ്റെ കൂടെ. പോകുന്ന വഴി ജ്വല്ലറി കയറി നമ്മളൊരു കുഞ്ഞ് ഗോൾഡൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. ഇതേ സാധനം കൈ കിട്ടിയപ്പോൾ ഞാൻ ഷിനാജിനോട് പറഞ്ഞു ഓപ്പൺ ആക്കി കാണിക്കാൻ ഞാൻ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഷിനാജ് പറഞ്ഞു വേണ്ട ഇപ്പം കാണിക്കണ്ട, നമുക്ക് സമയമാകുമ്പോൾ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതേപോലെ അടച്ചു വെച്ച്. എവിടെ പോയാലും പിന്നെ നമ്മൾ ഓൾവേസ് ലേറ്റ് ആണല്ലോ, പ്രത്യേകിച്ച് ഞാനും എൻ്റെ ഷിനാജും. അങ്ങനെ 4 മണിക്കായിരുന്നു കേട്ടോ നമ്മുടെ ബസ്. നമ്മൾ സ്റ്റാൻഡിലെത്തിയപ്പോഴത്തേക്കും കറക്റ്റ് ഒരു 4:05 ഞങ്ങളുടെ എന്തോ ഭാഗ്യത്തിന് ബസ് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വന്നത്. സ്കൂട്ടി കൊണ്ട് നമ്മളെ വെച്ചിട്ട് വേഗം ഓടിപ്പോയി ബസ്സിൽ കയറുമായിരുന്നു. ഇത് ഞങ്ങളുടെ അങ്ങോട്ടേക്കുള്ള ഡയറക്റ്റ് ബസ്സാണ് കേട്ടോ. ഇതെങ്ങാനും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടേനെ ഗൈസ്. ഓരോ ബസ്സും മാറി കയറേണ്ടി വന്നേനെ. ബസ്സിൽ കയറിയാൽ പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയാണ് കിടന്നുറങ്ങുക. കുറേ നേരം ഞാൻ ഷിനാജും കിടന്നുറങ്ങി. തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്കും ഷിനാജ് ഇറങ്ങി. എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണമെങ്കിൽ അങ്ങനെ വാങ്ങുന്നത് ഞങ്ങൾ തൃശ്ശൂർ എത്തുമ്പോഴാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയി വരുന്ന ടൈമിൽ കൂടുതൽ ഞാൻ ഇറങ്ങാറില്ല കേട്ടോ. ഏത് സ്റ്റാൻഡിൽ നിർത്തിയാലും അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ പോകേണ്ട ആവശ്യം വന്നാൽ മാത്രമേ ഞാൻ ഇറങ്ങാറുള്ളൂ. അല്ലാതെ ഞാൻ ബസ്സിൽ തന്നെ ഇരിക്കും. ഷിനാജായിട്ട് പോവുകയാണെങ്കിൽ ഷിനാജ് ഇപ്പോൾ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വാങ്ങിച്ചിട്ട് വരും. ഇവിടെ തൃശ്ശൂർ സ്റ്റാൻഡിലാണെങ്കിൽ ഒടുക്കത്തെ റേറ്റ് ആണ് കേട്ടോ എല്ലാത്തിനും. വേറെയുള്ള സ്റ്റാൻഡിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടെ നിന്നാണ് ഞങ്ങൾ മിക്കപ്പോഴും വാങ്ങാറ്. സ്വർണ്ണത്തിൻ്റെ വില കൊടുക്കണം. ഈ ഒരു മീറ്റർ റോളിന് 40 രൂപയാണ് ആയത്. പിന്നെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ച് ടേസ്റ്റ് ഉണ്ടായില്ലെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ടാട്ടോ ഒരെണ്ണം വാങ്ങിച്ചത്. അങ്ങനെ എപ്പോഴത്തേയും പോലെ ബസ് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് വന്ന് അവിടെ ചെന്നാൽ എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ്സ് എല്ലാ സാധനങ്ങളും ബെഡിൽ സെറ്റാക്കി വെക്കും കേട്ടോ. വേഗം പോയി ഞങ്ങൾ രണ്ടുപേരും കുളിച്ച്. നല്ല വിശപ്പുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, ഈ ഫുഡൊക്കെ തിന്നപ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഗൈസ്. നല്ല ചെമ്മീൻ മുളകിട്ടതും ചെമ്മീൻ റോസ്റ്റും മാങ്ങാച്ചാറും അവിയലൊക്കെ ഉണ്ടായിരുന്നു. ഷിനാജിന് പിന്നെ ചോറിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പാലപ്പവും ആ ചെമ്മീൻ കറിയും റോസ്റ്റൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഈ ചെമ്മീൻ മുളകിട്ടത് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനി എന്തായാലും 2 ദിവസം വീട്ടിലെ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ ബൈ.